ഈ മോഡേൺ കിച്ചൺ ട്രെൻഡിങ് ആയി തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ പഴയ കിച്ചൺ മാറ്റിയിട്ട് മോഡേൺ ആക്കിയത് ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ. അന്ന് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മമ്മിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെയായി. അങ്ങനെ എൻ്റെ കിച്ചൺ സെറ്റാക്കിയപ്പോൾ മുതൽ മമ്മി ചോദിക്കുമായിരുന്നു എൻ്റെയും കൂടി ഇതുപോലെ ഒന്ന് ആക്കി തരാമെന്ന്. പക്ഷെ എല്ലാ അമ്മമാരെ പോലെയും ക്യാഷ് കളയാതെ എല്ലാ സാധനങ്ങളും വേണം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എല്ലാം ഓർഡർ ചെയ്ത് ഓർഗനൈസേഷൻ അങ്ങ് തുടങ്ങി. എനിക്ക് കുക്കിങ്ങിനേലും ഇഷ്ടം ക്ലീനിങ്ങും ഓർഗനൈസിങ്ങുമാണ്. എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കോർണേഴ്സിൽ നിന്നും സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഗ്ലാസ്സൊക്കെ കണ്ടിട്ടുള്ള സന്തോഷമാണ് മമ്മിയുടെ മുഖത്ത്. പിന്നെ ഈ വലിയ ഫ്രൂട്ട് ബാസ്ക്കറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കോമ്പാക്റ്റ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് മേടിച്ചു. അപ്പോൾ അധികം സ്ഥലം എടുക്കില്ലല്ലോ. പിന്നെ വർഷങ്ങളായിട്ടുള്ള എല്ലാ ക്രിസ്മസിൻ്റെയും കേക്ക് ബോക്സും മമ്മി ഡെക്കറേഷൻ ഐറ്റം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ഈ കുട്ടി കുട്ടി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ എഗ് ട്രേയും അടിപൊളിയാണ് കേട്ടോ. ഒട്ടും സ്പേസ് എടുക്കില്ല, ഭയങ്കര കോമ്പാക്റ്റ് ആണ്. ആൻഡ് ഈ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെജിറ്റബിൾസൊക്കെ മമ്മി സെയിം കളറായിട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടല്ലോ. നേരത്തെ കിച്ചണിൽ എന്തൊക്കെയോ സാധനങ്ങൾ ആയിരുന്നു, ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല, എല്ലാം ഒക്യുപ്പൈഡ് ആയിരുന്നു. ആൻഡ് ഇതാണ് ആഫ്റ്റർ. എങ്ങനെയുണ്ട് ഗൈസ്? കാണുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വലിയ വെള്ളത്തിൻ്റെ കലമൊക്കെ മാറ്റിയിട്ട് താമസ് സ്റ്റീലിൻ്റെ വാട്ടർ ജാഗാക്കി. അത് ഒരു അടിപൊളി സാധനമാട്ടോ. അങ്ങനെ അതൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് ഫൈനൽ റിസൾട്ടിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ മമ്മിനോട് ചോദിക്കുമായിരുന്നു ഇപ്പം എൻ്റെ കിച്ചൺ പോലെ ആയോ എന്ന്. പക്ഷെ അപ്പം മമ്മിയായി അത്ര ഒന്നും ആയിട്ടില്ല എന്ന് പറയായിരുന്നു. പിന്നെ ഇവരുടെ സന്തോഷമാണല്ലോ നമ്മളുടെ സന്തോഷം. സോ അത്രേ ഉള്ളൂ.